ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ. ഞാൻ എൻ്റെ നാട്ടിലാണുള്ളത്, എൻ്റെ വീട്ടിൽ. എൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ വീടാണിത് ഈ കാണുന്നത്. ഇതെൻ്റെ തറവാട് വീട്. അപ്പോൾ ഞാൻ ആദ്യമായി ഒരു കുക്ക് ചെയ്യുകയാണേ എൻ്റെ ചാനലിൽ. ഞാൻ എന്താ പറയുക, മുമ്പ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇത് ഇവിടുന്ന് നമ്മൾ സെറ്റപ്പെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ആകപ്പാടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നാണ്. ഇന്നലെ ഗംഭീര മഴയായിരുന്നു, കറണ്ടൊക്കെ പോയി കിടക്കുകയാണ്, കാറ്റും മഴയെല്ലാം ആയിട്ട് ഭയങ്കര വിഷയമാണ്. ഇപ്പം കുറച്ച് വെയിലെല്ലാം കാണുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട അപ്പോൾ ചിക്കനിൽ വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ നമ്മൾ പണി തുടങ്ങുന്നു. ഇനി ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഉള്ളി എന്ന് പറയാം, അങ്ങോട്ടെല്ലാം സവാള എന്നല്ല പറയാം. ഉള്ളി എല്ലാം കട്ട് ചെയ്യണം. ഇപ്പോൾ സമയം 10 മണി 10:15. 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കണം. 50 ആളുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. ഓൾറെഡി 25-30 ആളുണ്ട്. അപ്പോൾ ഞാൻ 50 ആളുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാലേ നോക്കാം. അപ്പം തുടങ്ങുകയായി. നമുക്ക് ഇതെന്താ പറയുക, കുക്കിംഗ് ചാനലിൽ പോലെ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങി അങ്ങനെ ഉള്ളി കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അനിമപ്പർ ചിക്കനിൽ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഉള്ളി കട്ട് ചെയ്തിട്ട്, അപ്പോൾ മംഗളകർമ്മം മഞ്ഞളിൽ ആരംഭിക്കുന്നു പറയുന്ന പോലെ മംഗളകർമ്മം ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. ക്യാമറമാനെ പരിചയപ്പെട്ടില്ലല്ലോ, ഉള്ളിയാണ്. ഹായ്. പാത്രം വെച്ചു, ഇനി ചൂടാട്ടെ. ആദ്യം ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉള്ളി ചൂടാകാനുള്ള വെളിച്ചെണ്ണ. ആദ്യമായിട്ട് കുറച്ച് ഉള്ളിയാണ്. ഇതിപ്പോൾ ഒരു 4 കിലോ ഉള്ളിയുണ്ട്. അതായത് 7 കിലോ ചിക്കനാണ്. 3.5 കിലോ ഉള്ളി ഞാൻ ഇടുന്നുണ്ട്. വലിയ ചട്ടുകല്ലേ, വേറെ കിട്ടിയിട്ടില്ല. ഇത് ഇവിടെയുള്ളതല്ല, വേറെ വാടകയ്ക്ക് നിൽക്കുക. ആളി കത്തിക്കുന്ന കാരണം വെച്ചാൽ മഴ വരുന്ന മേടിച്ചിട്ട്. കുറച്ച് ഉപ്പിടുന്നതാണ്, കുറച്ച് വേഗം വീഴുമെന്ന് പറയുന്നേക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടെ. ഇനിയിപ്പൊന്നും മതിയാവില്ല, നോക്കി കുറച്ചും കിട്ടുള്ളൂ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതാണ്. മൊത്തം പ്രശ്നമാണ്. എന്താണെന്നറിയോ, കറണ്ടില്ല, അതുകൊണ്ട് മിക്സിയിൽ അടക്കാൻ പറ്റില്ല. അമ്മി മേൽ കുത്തി കൊണ്ടുവരികയാണ്. തക്കാളി ഇടുന്ന, തക്കാളി നോക്കുമ്പോൾ അതിന് കൂടെ വലിയ മുറിച്ചിട്ട്. അപ്പം ഞാനൊരു പരിപാടി തക്കാളി ഒരു 2.5 കിലോ എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട്, നല്ല ചൂടുണ്ടെങ്കിൽ 10 മിനിറ്റ് ഉണ്ടാവും. പിന്നെ ഒരു 15 മിനിറ്റ്. മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടേ ഇല്ല, മഞ്ഞപ്പൊടി ഇടുന്നു. കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ, മല്ലിപ്പൊടി. ബിരിയാണി മസാല കേട്ടോ. ഇത് നോക്കിയിട്ടിടുന്നതാണ്. എനിക്ക് സ്പൂണിൻ്റെ കണക്കൊന്നും എനിക്കറിയത്തില്ല. ഏകദേശം നോക്കി അങ്ങിടും. അധികമാവാനും പാടില്ല, വളരെ കുറഞ്ഞും പോകാനും പാടില്ല. ബിരിയാണി മസാല കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഒരുമിച്ച് അങ്ങിടുന്നത്. ഇത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി എന്ന് വെച്ചാൽ ഞാൻ പച്ചമുളക് കുറച്ച് കുറവായിട്ട് കുരുമുളകിൻ്റെ എരിവ് കിട്ടട്ടെ എന്ന് കരുതി. നോക്കിയിട്ട് ഉപ്പ് ഞാൻ പിന്നെ ഇട്ടു കേട്ടോ, ഉപ്പ് കുറവാന്ന് പറഞ്ഞിട്ട്.
ഞാൻ ചിക്കൻ ഇടുന്ന കേട്ടോ. ഞാൻ ചിക്കൻ്റെ മേലെ മസാല ഒന്നും പറ്റാണ്ട് തന്നെ അപ്പടം കഴുകിയ ചിക്കൻ കുറേ സമയം എടുത്ത് വെച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇടുന്നതാ. ഇത് 3 കോഴി, 3 ബ്രോയിലർ കോഴിയാകുമ്പോൾ അതായത് ഒരു അത്യാവശ്യം 2 കിലോ 2.5 കിലോൻ്റെ അടുത്തുള്ള ഇതാകുമ്പോൾ നമുക്കിതിനൊരു 12, 13, 14 പീസ് വരെ ആക്കാം. ഞാൻ ഇതാക്കിയത് 14 പീസാണ്. ഒരു കോഴിക്ക് 14 പീസ്, അങ്ങനത്തെ 3 കോഴി. ഭയങ്കര പുകയാണ്. ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇളക്കി കൊടുക്കാൻ വേണം, നല്ല പുക ഇല്ല. കുറച്ച് തൈര് ഒഴിക്കുന്ന, തൈര് പുളിയില്ലാത്ത തൈരാണ് ഇത്. ഇത് ആയി കേട്ടോ. ചിക്കനിൽ നല്ലോണം വെന്തിട്ടുണ്ട്, മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റുന്നതാണേ. ഇതിത് മാറ്റിയിട്ട് വെക്കുന്നത്. ഇനിയാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാറ്റുന്നത് അവിടെ വെച്ചു. ഇത് അടച്ചു വെച്ച് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇളക്കി വെക്കാൻ വേണം. അപ്പോൾ അതവിടെ കഴിഞ്ഞ് അടുത്ത അരിയുടെ ചെമ്പ് വെക്കുന്നത്. ചൂടാട്ടെ. ഈ അരി കാണിച്ചു തരാം. ഇതാ, ഇത് ഞാൻ 6 കിലോ ആണ് വാങ്ങിച്ചത്. ഞാൻ അടുപ്പത്ത് ഇത് വെച്ചു. ഇനി അരി പറയുന്നെങ്കിൽ ഡബിൾ മാൻ അങ്ങനെ പേര് പറയും, കറക്റ്റ് അറിഞ്ഞൂടെ എന്താന്ന്. 6 കിലോ വാങ്ങിയ 1 കിലോമിൽ ഒരാൾക്ക് 8 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന പറഞ്ഞത്. ഒരു 7 ആളാണെങ്കിലും നമുക്ക് 42, 8 പേരാണെങ്കിൽ 48 ആള്. അപ്പോൾ 50 ആളെ ബിരിയാണിക്ക് 6 കിലോ മതിയാവും. ഇത് ഞാൻ അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെമ്പിൽ 1.5 ലിറ്റർ, ഇതിൻ്റെ 1.5 വെള്ളം. ചെമ്പ് ചൂടായി കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനും ഇതാ അടുത്ത വെള്ളം ഒഴിക്കുന്നതാണേ. അത് 1.5. ചെമ്പിൻ്റെ 1 ചെമ്പ് മൊത്തം ഒഴിച്ചു. അതിനുശേഷം അതിൻ്റെ അരയും കൂടി ഒഴിച്ചത്. ചിക്കൻ ആയതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് നോക്കുന്നതാണ്. മസാല എല്ലാം കറക്റ്റായിരുന്നു. ഇളയച്ചൻ വന്നിട്ട് പറഞ്ഞു, ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇളയച്ചൻ സത്യസന്ധമായ അഭിപ്രായം പറയും. വളരെ നന്നായിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ മസാല മാത്രമേ. ഉപ്പെല്ലാം കറക്റ്റല്ലേ? എരിവെല്ലാം കറക്റ്റല്ലേ? എല്ലാം കറക്റ്റല്ലേ? ഞാൻ തൈരും സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഏലക്കായ ഇടുന്നതാണ് ആദ്യം തന്നെ. ഏലക്കായ ഇട്ടു. ബിരിയാണി മസാല എല്ലാം ഇടുന്നു. ഉപ്പിട്ടിന് കേട്ടോ. നേരത്തെ ഉപ്പിട്ട് നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പെരുംജീരകം. അപ്പം ഞാൻ 500-ൻ്റെ RKG നെയ്യാണ് എടുത്തത്. ഇതിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഒനിയൻ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒനിയൻ ഫ്രൈ, അതേപോലെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുന്നതാണേ. നോക്കിയിട്ട് ഒഴിക്കുകയല്ല ബാക്കി. അരി ഇടുന്നതാണേ. അത് തുള്ളി തിളക്കുന്നുണ്ട്. അരി ഇടുന്നതാണ്. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നത്. നമ്മൾ തീ മാറ്റിയിട്ട് ഇനി അടച്ചട വെക്കും. ഇതിൽ കുറച്ച് ഉള്ളി വറുത്തത്, അതായത് ബിസ്ത എന്നാണ് പറയുന്നത്. ഉള്ളി വറുത്തത് ഇങ്ങനെ നേരത്തെ ചിക്കൻ മസാലയല്ലേ. ഇത് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ നെയ്യ് ഇത് ഒഴിച്ചിട്ടേ ഇല്ല. ഇത് നമ്മൾ ഒന്ന് തുറന്നപ്പോൾ കിട്ടിയതാണ്. ഇങ്ങനെ ഞാൻ കുറച്ചും കൂടി നെയ്യ് വയ്ക്കാന്ന്. ഇനി ദമ്മിടല്ലേ. ഒരു ഇലക്കഷ്ണം വെച്ചിട്ട് ഞാൻ ഇതിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നുവെച്ചാൽ കുറച്ച് ഇത് വലിയ പാത്രമായതുകൊണ്ട് പരത്തി വെക്കുന്നില്ല. ഇങ്ങനെയാണ് വെച്ചിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പ്, കുറച്ച് പൈനാപ്പിൾ,
കുറച്ച് മല്ലിച്ചപ്പ് പുതിന, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ടേ. നെയ്യ് വീണ്ടും ഒഴിച്ചു. ഇനി ഞാൻ കുറച്ച് ഗരം മസാലയും ബിരിയാണി മസാലയും വേണം. ഫ്രീസറിൽ ഗരം മസാലയും ബിരിയാണി മസാലയും കുറച്ച് പേര് കളറൊന്നും ചേർക്കില്ല കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്ത് വീണ്ടും മേലെ ടോപ്പിൽ ഉള്ള ബാക്കിയുള്ള പൈനാപ്പിൾ എല്ലാം എടുത്തിട്ട് കാണും. ചെറിയ ചൂടിൽ ദമ്മിടും. ചൂടുള്ള കല്ലിന് മേലെ ഇടും. വെയിറ്റുള്ള ഒന്നും കിട്ടിയില്ല. കരികല്ലിൽ വെക്കും. വെയിറ്റ് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഞാൻ ആദ്യമായി എൻ്റെ ചാനലിൽ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി. ഇനി എല്ലാവരും കഴിച്ചിട്ട് പറയണ അഭിപ്രായം വേണം. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതൊരു 10-20 മിനിറ്റും കൂടെ ഇങ്ങനെ ഞാൻ വെക്കും. ഇനി എല്ലാവർക്കും വിളമ്പേണ്ട സമയത്ത് മാത്രം നമ്മൾ കൂട്ടിക്കും. ഞാൻ കല്ലങ്ങ് മാറ്റി. ഇനി ബിരിയാണി തുറക്കുന്നതാണ്. 10-20 മിനിറ്റിന് മേലെയായി. വാ. എല്ലാവരും വന്നു. അങ്ങനെ അടിപൊളി ബിരിയാണി റെഡി. ഇനി എല്ലാവരും അഭിപ്രായം അറിയണം. എനിവേ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളിയാ. അഭിനു എങ്ങനെയുണ്ട്? മാളു എങ്ങനെയുണ്ട്? ജെറളച്ച എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു.